This call is now being recorded. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാറ്റഗറി 4ന്റെ സൈക്കോളജിയുടെ ചോദ്യങ്ങളാണ് ഒന്ന് നോക്കുന്നത്. നമ്മുടെ ശ്രീവിദ്യ ടീച്ചർ അതിന്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചറിനെ ക്ലാസ് നയിക്കാനായി ക്ഷണിക്കാം. ഗുഡ് ഈവനിങ്. നമുക്ക് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഒന്ന് നോക്കി പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വികാസ തത്വം അല്ലാത്തത് ഏത്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വികാസം രേഖീയമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, അഞ്ജലി ടീച്ചർ ഒരു ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ട പഠന പ്രക്രിയയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ടീച്ചറാണ്. സയൻസിലെ ഒരു ആശയം ചർച്ച ചെയ്ത വേളയിൽ ടീച്ചർക്ക് മനസ്സിലായി മുൻ ക്ലാസ്സിൽ നൽകിയ അനുഭവങ്ങൾ കുട്ടികളിൽ ഒരു നേട്ടവും കൈവരിക്കുന്നതിന് ഉതകിയില്ല എന്ന്. ഇവിടെ ഉപയോഗിച്ച പഠന സംക്രമണ രീതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സീറോ സംക്രമണം അല്ലെങ്കിൽ സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. 3, ഫെമിന ടീച്ചർ ഗണിത പരീക്ഷയിൽ തന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സമാനമായ 2 വ്യത്യസ്ത ടെസ്റ്റുകൾ നൽകി. ഇതിന്റെ ഉദ്ദേശ്യം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ടെസ്റ്റുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഈഡിപ്പസ് കോംപ്ലക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ബി ആണ്, ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള സ്നേഹം. 5, വിവരങ്ങളെ മികച്ച രീതിയിൽ ക്രമീകരിക്കുകയും ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പഠിതാവിന്റെ കഴിവുകൾ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചോദ്യരീതി ഏത്? ഓപ്ഷൻ ഡി, ഉപന്യാസ ചോദ്യങ്ങൾ. 6, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ ഘടകമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അച്ചടക്കം. 7, പഠന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി അധ്യാപകർ നിർവഹിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന 4 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ക്ലാസ്സിലെ പഠന പ്രക്രിയയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7, ഉത്തരം ബി ആണ്. ബുദ്ധി എന്നത് നിരവധി കഴിവുകളുടെ സംഘാതമാണ്. ഈ കഴിവുകളെ വ്യത്യസ്ത കൂട്ടങ്ങളായി തരംതിരിക്കാവുന്നതാണ്. ഓരോ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക മാനസിക നിലവാര പരിശോധന അടിസ്ഥാനപ്പെടുത്തി ബുദ്ധിവൈഭവം കണ്ടെത്താമെന്ന് സൂചിപ്പിക്കുന്ന ബുദ്ധി സിദ്ധാന്തം 7. ഉത്തരം സി ആണ്, സംഘഘടക സിദ്ധാന്തം. 9, കുട്ടികൾക്ക് വായനാ പരിശീലനത്തിനുള്ള അവസരങ്ങൾ നൽകുന്ന വിഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച തന്ത്രം? ഉത്തരം ബി ആണ്, പ്രതിക്രിയ അധ്യാപനം. 10, 5ാം ക്ലാസ്സുകാരനായ അഖിലിന് ഗണിത പരീക്ഷയിൽ ഡി ഗ്രേഡാണ് ലഭിച്ചത്. ചോദ്യങ്ങൾ കഠിനമായിരുന്നു എന്നും ഇത്തരം ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും അഖിൽ കാരണം കണ്ടെത്തി. ഇവിടെ പ്രകടിപ്പിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ഓപ്ഷൻ സി, യുക്തീകരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റോബർട്ട് എം ഗാഗ്നെയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി, വാചിക ബന്ധ പഠനം. ക്വസ്റ്റ്യൻ നമ്പർ 12, 3 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രക്ഷേപണ തന്ത്രമായ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT രൂപകൽപ്പന ചെയ്തത്? ലിയോ പോൾ ബെല്ലാക്. ഓപ്ഷൻ എ ആണ് ആൻസർ. 13, രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ലഭിക്കുമെന്ന് ഭയന്ന് അഹൻ വളരെ അനുസരണയോടെയാണ് വീട്ടിൽ പെരുമാറുന്നത്. കോൾബർഗിന്റെ സാൻമാർഗിക വികാസ തത്വത്തിലെ ഏത് ഘട്ടത്തിലാണ് അഹാൻ ഉള്ളത്? ഓപ്ഷൻ എ, വ്യവസ്ഥാപിത പൂർവഘട്ടം. 14,
കുട്ടികളുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെടുത്തി താഴെ പ്രസിദ്ധമായ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങൾ ചുവടെ കൊടുക്കുന്നു. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്കിന്നർ, ചോംസ്കി. 15 പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ബ്രൂണർ, അസൂബൽ എന്നിവരുടെ പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ്, 2 പഠന സിദ്ധാന്തങ്ങളും ജ്ഞാനാർജനം ലക്ഷ്യമാക്കുന്നു. 16 വൈകാരിക ബുദ്ധി എന്ന ആശയം ജനകീയവൽക്കരിക്കുകയും പഠന പ്രക്രിയയിൽ ഇതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി, ഡാനിയൽ ഗോൾമാൻ. 17 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. സാമൂഹിക അംഗീകാരത്തിനുള്ള ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, നേട്ടം കൈവരിക്കാനുള്ള ആഗ്രഹം, നല്ല ഭക്ഷണത്തോടുള്ള ആഗ്രഹം. ഡേവിഡ് മെക്കലിന്റെ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുടെ ശ്രേണി അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ എ ആണ്, 1, 2, 3. 18 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, ഓട്ടിസം. 19 പിയാഷയുടെ മൂർത്ത മനോവ്യാപാര വൈജ്ഞാനിക ഘട്ടത്തിന്റെ പ്രത്യേകത അല്ലാത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അമൂർത്ത ആശയങ്ങളെ യുക്തിപൂർവം പരിഹരിക്കൽ. 20 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തോണ്ടെയ്ക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ്, പ്രബലന നിയമം. 21 ഉൾച്ചേർന്ന പഠനം സാധ്യമാകുന്ന ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും അനുയോജ്യമായ പഠന സമീപനം ഏത്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 22 സ്കൂൾ പ്രായം എന്ന ഘട്ടം കുട്ടികൾക്ക് ജീവിത വിജയം കൈവരിക്കുന്നതിനാവശ്യമായ പ്രാഥമിക നൈപുണികൾ നേടുന്ന ഘട്ടമാണ്. എറിക് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിലെ ഒരു പ്രധാന ഘട്ടമാണിത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആ ഘട്ടം? ഉത്തരം ഡി ആണ്, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. 23 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ഏതെല്ലാം? അതിന്റെ ആൻസർ സംശയമുള്ളതാണ്, അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. 24 ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗിൽ PTA-യും ഏകകണ്ഠമായി പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരായും സ്കൂൾ ലീഡർമാരായും തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഓപ്ഷൻ സി ആണ്, ലിംഗവിവേചനത്തിന്റെ കൃത്യമായ സൂചനയാണിത്. 25 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമനപരമായ വിദ്യാഭ്യാസത്തിന്റെ ഉദാഹരണം ഏത്? 25 ഓപ്ഷൻ ഡി ആണ്, പ്രവർത്തനത്തിലൂടെ പഠിക്കുന്നതിനും ഉദ്ഗ്രഥ പാഠ്യപദ്ധതിക്കും ഊന്നൽ നൽകുന്നു. 26 റിസ്വാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ ചിത്രരചന, ഡിസൈൻ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഗാർഡ്നർ നിർദ്ദേശിച്ച ഏതുതരം ബുദ്ധിയാണ് അവനിൽ കൂടുതലായി പ്രകടമായിരിക്കുന്നത്? ഓപ്ഷൻ എ, ദൃശ്യ സ്ഥലപര ബുദ്ധി. 27 സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 28 പ്രശ്ന നിർദ്ധാരണത്തിൽ നമ്മൾ നേരിടുന്ന ഒരു സുപ്രധാന പ്രശ്നം ഡാഷ് ഉയർത്തുന്ന വൈജ്ഞാനികപരമായ പോരായ്മയാണ്. ഓപ്ഷൻ സി ദീർഘകാല ഓർമ്മ.
ഓപ്ഷൻ സി ദീർഘകാല ഓർമ്മ. ചിത്രത്തിൽ 6 വരകൾ ഒരു വീട് പോലെയാണ് സംവേദനം ചെയ്യപ്പെടുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിന്റെ ഏത് നിയമമാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം സി ആണ്, സമ്പൂർണ്ണ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 30. എന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി രക്ഷിതാക്കളോടൊപ്പം 5ാം ക്ലാസ്സിൽ പ്രവേശനം നേടാനായി എത്തി. പ്രാഥമിക അധ്യാപിക അവരോട് സ്പെഷ്യൽ സ്കൂളിൽ പോയി പ്രവേശനം നേടാൻ പറഞ്ഞു. പ്രത്യേക പരിഗണനയിൽ ഉൾപ്പെടുത്തിയ സന്ദർഭം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ആണ്, ഇമയ്ക്ക് പ്രവേശനം നൽകണം. ഓക്കെ ടീച്ചർ. ഓക്കെ.